നമസ്കാരം. ഭാരതത്തിന്റെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആദ്യഘട്ടത്തിൽ അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ജനം നട്ടം തിരിയുമ്പോഴാണ് അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത്, അതായത് പ്രളയമുണ്ടാകുന്നത്. ഈ പ്രളയം ഒന്നാകെ പാകിസ്ഥാനെ മുക്കിക്കളയുന്ന ഒരു പ്രളയമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ പ്രളയത്തിലുണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമായതിനാൽ ഈ പ്രളയക്കെടുതിയിൽപ്പെട്ട ആർക്കും സർക്കാരിൻ്റെ വലിയ സഹായങ്ങളൊന്നും നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും പാകിസ്ഥാനിൽ പ്രളയ പുനരധിവാസം പൂർത്തിയായിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. ഇമ്രാൻഖാൻ സർക്കാരിനെ പുറത്താക്കുന്നു, പിന്നീട് പട്ടാള ഭരണം വരുന്നു, അതിനുശേഷം ബദൽ മന്ത്രിസഭയുണ്ടാകുന്നു, അതിനുശേഷം വീണ്ടും ഇതാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും വലിയ അനിശ്ചിതത്വം പാകിസ്ഥാനിൽ തുടരുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ ആർക്കും ഒരു ഒറ്റ കക്ഷിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷം ഉള്ള ഒരു സാഹചര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെയും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയെയും നേരിടുകയാണ് പാകിസ്ഥാൻ. പക്ഷേ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായി പാകിസ്ഥാനിൽ അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കുകയാണ്. ഈ അസാധാരണമായ കാര്യങ്ങളിൽ ഒന്ന് ഭീകരാക്രമണങ്ങളാണ്. ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇന്ന് അതേ ഭീകര സംഘടനകൾ ഇന്ന് പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയാണ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാക് താലിബാൻ എന്ന പേരിൽ ഒട്ടനവധി ഭീകരവാദ സംഘടനകൾ ഒരുമിച്ച് ഒരു കോൺഫെഡറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെ. മാത്രമല്ല, അതിൽ ചില പിളർപ്പുകൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പാക് താലിബാൻ തന്നെ രണ്ടായി പിളർന്നിരിക്കുന്നു. പക്ഷേ രണ്ടുപേരും പാകിസ്ഥാനെതിരെ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. ബലൂചിസ്ഥാൻ മുതലായ മേഖലകളിൽ അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അവിടെയും വിമോചന പോരിനെതിരെ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏതാണ്ട് 4-5 വളരെ വലിയ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടന്നു കഴിഞ്ഞു. നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി ഇസ്ലാമാബാദിൽ നടക്കുന്ന ചില നീക്കങ്ങൾ വാർത്തയാകുന്നത്. അതായത് ഇസ്ലാമാബാദ് ആരെയോ ഭയപ്പെടുകയാണ്. ഇസ്ലാമാബാദിന് ചുറ്റും വലിയ രീതിയിലുള്ള സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികൾ. നേരത്തെ ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായും ഇത്തരത്തിലുള്ള സുരക്ഷ തീർത്തിരുന്നു. അന്ന് ഇത് ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടുള്ള സുരക്ഷ എന്നാണ് സർക്കാർ അറിയിച്ചത്, വിശദീകരിച്ചത്. എന്നാൽ ഈ ഉച്ചകോടിയൊക്കെ കഴിഞ്ഞിട്ടും ഇസ്ലാമാബാദിനെ സുരക്ഷാ ഏജൻസികൾ പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സർക്കാർ മന്ദിരങ്ങൾ, സർക്കാർ ഓഫീസുകൾ, മന്ത്രിമാരുടെ വീടുകൾ, ഇതിലെല്ലാം വലിയ സുരക്ഷയുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള റോഡുകളെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ റോഡുകളിലെല്ലാം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് ആരും അകത്തേക്ക് കടക്കരുത് എന്ന രീതിയിൽ പ്രദേശങ്ങളെ ആകെ ഐസൊലേറ്റ് ചെയ്യുന്ന സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഇന്നലെ മുതൽ പാകിസ്ഥാനിൽ ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദ് നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ലോക്ക്ഡൗൺ ആണ്. അതായത് കടകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്, ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ വലിയ സുരക്ഷ അടിയന്തരാവസ്ഥയുടെ രീതിയിലാണ് ഇപ്പോൾ ഇസ്ലാമാബാദ് നഗരം ഉള്ളത്. ഇത് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയെ പ്രതിരോധിക്കാനാണ് എന്നാണ് ഔദ്യോഗികമായി വിശദീകരിക്കപ്പെടുന്നത്. അതായത് ഇമ്രാൻഖാന്റെ പാർട്ടി ഇസ്ലാമാബാദിലേക്ക് ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റാലി ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ മോചിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതായത് 150-ൽ പരം കേസുകളാണ് ഇമ്രാൻഖാന്റെ തലയിലുള്ളത്. ഈ കേസുകളെല്ലാം രാഷ്ട്രീയമായി സൃഷ്ടിച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് PTI അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നേതാവിനെ ജയിൽ മോചിതനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൻ ജനാവലി ഇസ്ലാമാബാദിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഈ ജനാവലി ഇസ്ലാമാബാദിലെത്തി അക്രമാസക്തമാകുമോ, മന്ത്രിമന്ദിരങ്ങൾ കൈയടക്കുമോ, സർക്കാർ ഓഫീസിലേക്ക് ഇരച്ചു കയറുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനുള്ളത്. എന്തായാലും ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് പലരും വാദിക്കുന്നുണ്ട്. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഒരു മുന്നണി സർക്കാരാണ് അവിടെയുള്ളത്, ദുർബലമായ ഒരു സർക്കാരാണ് ഉള്ളത് പാകിസ്ഥാനിൽ. അതുകൊണ്ട് തന്നെ ഒരു അധികാര അട്ടിമറിയോ മറ്റോ നടക്കുമോ എന്നൊരു ഭയം പാകിസ്ഥാൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാലി, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം റാവൽപിണ്ടിയിൽ ഈ റാലിയുമായി എത്തിയിട്ടുള്ളത്. ഈ റാലിയിൽ അവർ
ഉത്സവത്തിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലായിരുന്നു. അവർ ആടിയും പാടിയും ആഘോഷിച്ചും ഇമ്രാൻഖാനു വേണ്ടി പ്രതിഷേധിക്കുകയാണ്. അവർ ഇസ്ലാമാബാദിൽ എത്തിയാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ പാക് ഭരണകൂടത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ PTI എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഭയന്ന്, ഇമ്രാൻഖാൻ എന്ന മുൻ പ്രധാനമന്ത്രിയെ ഭയന്നുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ഇസ്ലാമാബാദിന് മുന്നിൽ വലിയ സുരക്ഷാ കോട്ട തീർത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സമരവും ഇസ്ലാമാബാദിൻ്റെ ഭാവിയുമെല്ലാം വരും ദിവസങ്ങളിൽ കൃത്യമായി അറിയാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആഭ്യന്തര സംഘർഷങ്ങൾ, ഒരു ഭാഗത്ത് തീവ്രവാദികൾ, മറുഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ റാലി, ഇതെല്ലാം കൊണ്ടും ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ എന്ന രാജ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.